കൂട്ടുകാർക്കും ബോഡി ബിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ക്യാപ്പിലറീസിനെ പറ്റിയും ക്യാപ്പിലറി എക്സ്ചേഞ്ചിനെ പറ്റിയും അതിൻ്റെ കൂടെ എഡിമയെ പറ്റിയുമാണ്. എന്താണ് ക്യാപ്പിലറി? കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു ഹാർട്ടിൽ നിന്ന്. ഹാർട്ട് സെൻറ്റർ ഓഫ് ചെസ്റ്റ് ഇരിക്കണം. ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ ഓക്സിജനേറ്റഡ് ബ്ലഡ് അയോർട്ട വഴി ഡിഫറെൻറ്റ് ബോഡി പാർട്സിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും. എന്തിനു വേണ്ടിയാണ് ആ ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്? ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിലുള്ള ലിവിങ് സെൽസിന് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്കറിയണം എന്താണ് ഒരു സെല്ല്. സെൽസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ ലിവിങ് ഓർഗാനിസം. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ വീട്, നമ്മളിപ്പോൾ ഇരിക്കുന്ന മുറി ആലോചിക്കുക. ആ മുറിക്ക് ഒരു 3 or 4 walls ഉണ്ടെന്ന് വിചാരിക്കുക. ഓരോ വോളും ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രിക്സ് വെച്ചാണ്, അല്ലേ? ഇഷ്ടിക വെച്ചാണ്. ഇഷ്ടിക, അത് കഴിഞ്ഞ് കുറച്ച് സിമൻറ്റ്, അടുത്ത ഇഷ്ടിക, അങ്ങനെ ബേസിക് യൂണിറ്റ് വരുന്നത് ഇഷ്ടിക. ഇതുപോലെ തന്നെ നമ്മുടെ ബോഡി ഉണ്ടാക്കിയിട്ടുള്ള സ്ട്രക്ചറിൽ നോക്കുമ്പോൾ പിന്നെ ഫങ്ഷനിൽ നോക്കുമ്പോഴും ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റാണ് സെല്ല്. ഇനി ഇഷ്ടിക നോൺ ലിവിങ് ആണ്, നമ്മുടെ ബോഡി ലിവിങ് ആണ്. അപ്പോൾ ലിവിങ് ആയിരിക്കാൻ വേണ്ടി ഈ സെൽസിൽ കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് നടക്കണം. അതിനു വേണ്ടി ഈ ബോഡി സെല്ലിന് ഓക്സിജൻ വേണം, ന്യൂട്രിയൻസ് വേണം. ഓക്കെ, അപ്പോൾ ഈ ഓക്സിജനും ന്യൂട്രിയൻസും ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ് ബ്ലഡ് ചെയ്യണ ഫങ്ഷൻ. ഓക്കെ, ഇനി ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ ബിഗ് അയോർട്ട വഴി ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലോട്ട് പോകും. ആ അയോർട്ട അടുത്ത ബ്രാഞ്ച് ഡിവിഷൻ വരുന്നത് ആർട്ടറീസ് ആണ്. ഓക്കെ, ഈ അയോർട്ട അല്ലെങ്കിൽ ആർട്ടറീസിൽ വെച്ച് ഒരു ഓക്സിജനും ന്യൂട്രിയൻസും ഡിഫറെൻറ്റ് ബോഡി സെൽസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടില്ല. അത് വെറുതെ നമ്മുടെ പൈപ്പ് പോലെ, ഹോസ് പോലെ ജസ്റ്റ് ട്രാൻസ്പോർട്ടിങ് സിസ്റ്റമാണ്. അപ്പോൾ അതിനു വേണ്ടി സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ വേണം, അല്ലേ? ആ സ്ട്രക്ചേഴ്സാണ് നമ്മൾ ക്യാപ്പിലറീസ് എന്ന് പറയുന്നത്. ഇത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്, മെയിനായിട്ട് എല്ലാ ഭാഗത്തും ഉണ്ട്. ഇനി നമുക്ക് ക്യാപ്പിലറി എന്താണെന്ന് കാണാം. നമ്മളിവിടെ പറഞ്ഞു നമുക്കിത് ഹാർട്ടിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഹാർട്ട് ലെഫ്റ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്തപ്പോൾ ബ്ലഡ് പമ്പ് ചെയ്ത് അയോർട്ട വഴി അടുത്ത ഡിവിഷൻ വരുന്നത് ആർട്ടറീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഇത് ഒരു ആർട്ടറിയായി. ഇനി ആർട്ടറി എന്നുള്ള ഡിവിഷൻ നമ്മൾ വീണ്ടും അങ്ങനെ ചെറുതായി അതൊരു ആർട്ടീരിയോളായി എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ ആരാണ് ബ്ലഡ് ഹാർട്ടിലോട്ട് കൊണ്ടുവരണേ? വീന കാവ, അത് സുപ്പീരിയർ ഉണ്ട്, ഇൻഫീരിയർ ഉണ്ട്. ഈ 2 വീന കാവയും കൂടി ഞാൻ ഒന്നാക്കി വരച്ചേക്കാണ്. ഇനി ബ്ലഡ് വരുമ്പോൾ ഇവിടെ നമുക്ക് കളർ മാറിപ്പോയി, നമുക്ക് ബ്ലൂ വേണം. അതായത് നമുക്ക് ഇങ്ങനെ വരയ്ക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം ഇതൊരു സർക്കുലേറ്ററി സിസ്റ്റം. ഓക്കെ, സർക്കിളായിട്ടാണ് പോണത്. നമ്മളിതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് പഠിക്കാൻ പോണത്. നമുക്ക് ഹാർട്ടുണ്ട്, ബ്ലഡ് പമ്പ് ചെയ്തു, അയോർട്ട, ആർട്ടറീസ്, ആർട്ടീരിയോൾസി വന്നു. പിന്നെ ഇവിടെ കുറച്ച് കണ്ടോ നെറ്റ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. ഈ നെറ്റ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ വിളിക്കുന്ന ക്യാപ്പിലറീസ്. എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് നമ്മുടെ ക്യാപ്പിലറീസ്. എന്നിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഇവിടെയാണ് എക്സ്ചേഞ്ച് നടക്കണേ. ഓക്സിജൻ, ന്യൂട്രിയൻസ് ഒക്കെ സെൽസിന് കൊടുത്തിട്ട് അവിടെ നിന്ന് ഓക്സിജൻ നഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ അത് ബ്ലൂ കളർ ചെയ്ത് അത് നമുക്ക് വെന്യൂളായി, എന്നിട്ട് വെയിൻസായി, പിന്നെ വീനാക്കാവയായി. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇനി നമുക്ക് ക്യാപ്പിലറിയിൽ എന്താ നടക്കണേന്ന് നോക്കാം. അപ്പോൾ ഇത് ക്യാപ്പിലറി ആണെങ്കിൽ നമ്മൾക്ക് ബോഡി സെൽസ് ഉണ്ട് ഇതിന് ചുറ്റും. നമ്മൾ പറഞ്ഞു ഇപ്പോൾ തന്നെ, അല്ലേ? ബോഡി സെൽസിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ന്യൂക്ലിയസ് ആണ് കേട്ടോ. അപ്പോൾ ബോഡി സെൽസിലോട്ട് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഇവിടെ ബ്ലഡിൻ്റെ ഫങ്ഷൻ. ഇനി നമുക്കിത് കറക്റ്റായിട്ട് കാണാനായിട്ട് നമ്മൾക്ക് ഒരു സ്മോൾ പാർട്ട്, ക്യാപ്പിലറിയുടെ ഒരു സ്മോൾ പാർട്ട് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഇവിടെ നടക്കുന്ന സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, ഇപ്പോൾ ഇമാജിൻ ചെയ്യുക, ഇതാണെന്ന് വിചാരിക്കുക. അപ്പോൾ എപ്പോഴും ക്യാപ്പിലറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ
ഇത് വൺ സെൽ, ഒരു ബേസ്മെന്റ് മെംബ്രെയിൻ ഉണ്ടാവും, ജസ്റ്റ് ഒരു വൺ സെല്ല്, എൻഡോത്തീലിയൽ സെല്ല്, ഒരു എൻഡോത്തീലിയൽ സെല്ലുമാണ് ഇതിനുണ്ടാവുള്ളൂ. ഓക്കെ, വേഗം വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഒരു കാപ്പിലറിയുടെ ഇവിടെ ഒരു സ്ട്രക്ചർ. അതായത് ഒരു സെല്ലും ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഒരു സെല്ലുണ്ട് നമുക്ക്, പ്ലസ് ഒരു ബേസ്മെന്റ് മെംബ്രെയിൻ ഉണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ അത് ഇവിടെ ആർട്ടീരിയോളിലോട്ട് വരുമ്പോൾ അതിന് സ്മൂത്ത് മസിൽ ലെയർ വരും, കുറെ ലെയേഴ്സ് ഉണ്ട്, അത് നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ ഇതെന്താ പറയാ, കോട്ടൊക്കെ ഊരിയിട്ട പോലെ. ഓക്കെ, ഇത് വന്ന് ജസ്റ്റ് ഒരു സിംഗിൾ മെംബ്രെയിൻ, ബേസ്മെന്റ് മെംബ്രെയിനും എൻഡോത്തീലിയൽ ലെയറുമായിട്ട് ഈ കാപ്പിലറിയുടെ വോള് നമ്മൾ കാണുകയാണ്. ഓക്കെ, വീണ്ടും നമ്മൾ തിരിച്ചു. ഇവിടെ ജസ്റ്റ് കുറച്ച് സിമ്പിൾ ഐഡിയ ആണ്. ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യണം അല്ലേ? അപ്പോൾ ഒരു പൈപ്പ് ഇമാജിൻ ചെയ്യുക, വാട്ടർ പൈപ്പ് ഇമാജിൻ ചെയ്യുക. ഈ വാട്ടർ പൈപ്പിലൂടെ നമ്മൾ വെള്ളം പോവാന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു പ്രത്യേക സ്ഥലത്ത് വെള്ളം ഇങ്ങനെ വന്നു, ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ ഇവിടെ ഹോൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ എന്തുണ്ടാവുക? ജസ്റ്റ് ആ ഹോൾസിൽ കൂടെ വെള്ളം പുറത്തോട്ട് ഒഴുകാൻ തുടങ്ങും അല്ലേ? അത് തന്നെയാണ് ഇവിടെ സംഭവിക്കണേ. നമ്മുടെ കാപ്പിലറിയിൽ സംഭവിക്കണത്, ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യും, ബ്ലഡ് ഇങ്ങനെ അയോർട്ടേക്കൂടെ ഒഴുകും, അത് കാപ്പിലറി സൈറ്റിലെത്തുമ്പോൾ അവിടുത്തെ സുഷിരങ്ങൾ വഴി, ഹോൾസ് വഴി അത് പുറത്തോട്ട് ഒഴുകുക എന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഇനി അങ്ങനെ കുറച്ച് ഹോൾസിൽ കൂടെ ബ്ലഡില് പുറത്ത് കടക്കാൻ പറ്റണ വസ്തുക്കളൊക്കെ പുറത്ത് കടന്നു. പിന്നെന്താ ചെയ്യുക? പകുതിക്ക് എത്തുമ്പോൾ പ്രഷറിന് എന്തു പറ്റും? പ്രഷർ കുറഞ്ഞു അല്ലേ? ഇനി നമുക്ക് അടുത്തൊരു ഫോഴ്സ് വേണം, ഈ ഫ്ലൂയിഡിനെ തിരിച്ച് ഈ കാപ്പിലറിയിലോട്ട് കയറ്റാൻ വേണ്ടേ? അതായത് നമ്മൾ വീണ്ടും തിരിച്ചു വരികയാണ്. നമ്മുടെ കാപ്പിലറി സ്ട്രക്ചറിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ബ്ലഡിലുള്ള ലിക്വിഡ് പുറത്തോട്ട് കൊടുക്കണം. കാരണം എന്താ? ടിഷ്യൂ ദാഹിച്ചിരിക്കുകയാണ് നമ്മുടെ ബോഡി ടിഷ്യൂസ് അല്ലേ? അതിന് ഓക്സിജൻ കൊടുക്കണം, ന്യൂട്രിയൻസ് കൊടുക്കണം, അപ്പോൾ സെൽസ് എനർജി ഉണ്ടാക്കും അതിന് വേണ്ടിയിട്ട്. പിന്നെ എന്ത് ചെയ്യണം? തിരിച്ച് ഇതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും മെറ്റബോളിക് വേസ്റ്റ് പ്രോഡക്ട്സും തിരിച്ച് ബ്ലഡിലോട്ട് കയറ്റണം. ഓക്കെ, എല്ലാം മറക്കുക. നമ്മൾ ആദ്യം തുടങ്ങാണ്. ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്തു, ഇത് നമ്മുടെ വാട്ടർ പൈപ്പ് പോലെ കാപ്പിലറിയിലോട്ട് വന്നു. ഇവിടെ എന്ത് ചെയ്തു? ഹോൾസ് ഉണ്ട്. ഹോൾസ് ഉണ്ടാവുമ്പോൾ എന്താ ചെയ്യണേ? ഈ ബ്ലഡ് ഇങ്ങനെ ചീറ്റ് ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറയണതാണ് കേട്ടോ. ചീറ്റി പുറത്തോട്ട് ബോഡി സെൽസിലോട്ട് പോയി എന്ന് വിചാരിക്കുക. ഓക്കെ, ആ ഹാർട്ടിൻ്റെ പമ്പിങ്ങിൻ്റെ പ്രഷറിൽ അത് പുറത്തോട്ട് പോയി. ഇപ്പം നമുക്ക് കുറച്ച് ഫ്ലൂയിഡ് ഉണ്ട്. പിന്നെ നമുക്ക് പുറത്ത് എന്താണോ ഉള്ളത്? നമ്മുടെ ബോഡി സെൽസ് ഉണ്ട് അല്ലേ? ബോഡി സെൽസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഓക്സിജനും ന്യൂട്രിയൻസും, ബ്ലാക്ക് കൊണ്ട് വരയ്ക്കാം, ഓക്സിജൻ ന്യൂട്രിയൻസ് സെല്ലിലോട്ട് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ പ്രഷറിൽ നല്ല പ്രഷർ, എത്രയും നമ്മൾ പറഞ്ഞ പ്രഷർ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ നമ്മൾ പറഞ്ഞില്ലേ 120 ആണ്. 120 ഹാർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ഇവിടേക്ക് വരുമ്പോൾ കുറേ പ്രഷർ ലൂസായി. കാരണം എന്താ? നമ്മുടെ ബ്ലഡ് വെസൽസിന് റെസിസ്റ്റൻസ് ഉണ്ട്, അതിനെയൊക്കെ ചെറുത്ത് ബ്ലഡ് വരികയാണ്. പതുക്കെ ഒഴുകി വന്നു. ഇവിടെ കുറച്ച് പ്രഷർ ഉണ്ട്, അതുകൊണ്ട് അത് ഫുള്ളായിട്ട് സ്പ്രെഡായിട്ട് ഇങ്ങനെ എന്താ പറയാ, ഹോളുള്ള പൈപ്പിൽ കൂടെ വാട്ടർ പുറത്തോട്ട് വരണ പോലെ അത് പുറത്തോട്ട് വന്നു ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഓക്സിജനും ന്യൂട്രിയൻസും ഈ ടിഷ്യൂ സ്പേസസിലുണ്ട് അല്ലേ? ഇനി ബോഡി സെൽസിന് ആവശ്യമുള്ളത് എടുക്കാം, ആവശ്യമുള്ളത് പുറത്തോട്ട് കളയാം. ഓക്കെ, നമ്മുടെ പ്രഷർ ഇപ്പൊ ഇമാജിൻ ചെയ്യുക, ഇവിടെ നമ്മൾ പകുതിയായി, നമ്മുടെ പ്രഷർ കുറഞ്ഞു. പ്രഷർ കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആ ഫ്ലൂയിഡിനെ അവിടെ തന്നെ ഇട്ടാൽ ശരിയാവില്ല അല്ലേ? അപ്പോൾ നമുക്ക് വേറെ കുറച്ച് ബ്ലഡിലെ കണ്ടൻസ് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ബ്ലഡിൽ എന്തൊക്കെയാ കണ്ടൻസ് ഉള്ളത്? നമുക്ക് റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്, പിന്നെ ഇത് നമ്മുടെ ഫോംഡ് എലമെന്റ്സ് എന്ന് പറയും. പിന്നെ നമുക്ക് പ്ലാസ്മയുണ്ട് ബ്ലഡിൽ. ഓക്കെ, അപ്പോൾ ബ്ലഡ് കണ്ടൻസ് ആണ് നമ്മൾ എഴുതണത്. ഇപ്പോൾ ഫോംഡ് എലമെന്റ്സും ഉണ്ട്, പ്ലാസ്മയുണ്ട്. പ്ലാസ്മയിലുള്ള കണ്ടൻസ് എന്തൊക്കെയായിരിക്കും? പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ട്. ഓക്കെ,
പ്ലാസ്മ പ്രോട്ടീൻസ്. പിന്നെ നമുക്ക് ഹോർമോൺസ് ഉണ്ട്, എൻസൈംസ് ഉണ്ട്, വാട്ടർ കണ്ടന്റ് ഉണ്ട്. ഇങ്ങനെ ഈ പ്ലാസ്മ എന്ന് പറയുന്നത് ലിക്വിഡ് പോർഷൻ ആണ് ബ്ലഡിന്റെ. ഇത് നമുക്ക് പിന്നെ പഠിക്കാം, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണുള്ളൂ. ഇത് നമ്മുടെ ഫോംഡ് എലമെന്റ്സും ഓക്കെ. ഇവിടെ ബിഗ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ തന്നെ നിൽക്കും. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ, ഈ ബ്ലഡ് വെസലിന്റെ ഉള്ളിൽ തന്നെ നിൽക്കും. ഓൺലി ലിക്വിഡ് പോർഷൻ ഓഫ് പ്ലാസ്മ ഫിൽട്രേറ്റ് ചെയ്യപ്പെടും ഔട്ട്സൈഡിലോട്ട്. ഓക്കെ, അപ്പൊ ലിക്വിഡ് പോർഷനിലുള്ള പ്ലാസ്മയില്, പ്ലാസ്മ എന്ന് വെച്ചാൽ വാട്ടർ ലൈക്ക്. ഓക്കെ, അതിലപ്പോൾ എന്തൊക്കെ ഉണ്ട്? ഓക്സിജൻ പോകാം, കാർബൺ ഡൈ ഓക്സൈഡിന് പോകാം, പിന്നെ മൊത്തത്തിലാണ് കേട്ടോ ഞാൻ പറയണേ, മൊത്തത്തിൽ അപ്പുറം ഇപ്പുറം കൂട്ടിയിട്ട്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡിന് പോവാം, യൂറിയ, വേസ്റ്റ് പ്രോഡക്ട്സ്, ഓക്സിജൻ, ഗ്ലൂക്കോസ്, അങ്ങനെയുള്ള എല്ലാ ന്യൂട്രിയൻസിനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. ഓക്കെ, പക്ഷേ റെഡ് ബ്ലഡ് സെൽസിന് പോകാൻ പറ്റില്ല പുറത്തോട്ട്. ഓക്കെ, വൈറ്റ് ബ്ലഡ് സെൽസിന് എക്സ്ട്രീം കേസസിൽ പോകാം, അത് ഞാൻ പറയാം. പ്ലേറ്റ്ലെറ്റ്സിന് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ പ്ലാസ്മ പ്രോട്ടീൻ, ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണത് പ്ലാസ്മ പ്രോട്ടീൻ ആണ്. കാരണം നമ്മുടെ ബ്ലഡിലുള്ള പ്ലാസ്മ പ്രോട്ടീൻ അതേ കളർ തന്നെ ഞാൻ വരയ്ക്കണേ കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർ ആക്കിയിട്ട് കൊടുക്കുക പ്ലാസ്മ പ്രോട്ടീന്. ഇപ്പം ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഓക്കെ, ഈ പ്ലാസ്മ പ്രോട്ടീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ ശരീരത്തിൽ ഓസ്മോട്ടിക് പ്രഷർ ഉണ്ടാക്കുന്ന കൊളോയിഡ് പാർട്ടിക്കിൾസ്. ഇപ്പം ആകെ കൺഫ്യൂഷൻ ആയില്ലേ? ജസ്റ്റ് സിമ്പിളായിട്ട് ആലോചിക്കുക. ഓക്കെ, നമ്മുടെ പഴയ പൈപ്പ്, ബ്ലഡിലെ ലിക്വിഡ് പോർഷൻ എല്ലാം ഇങ്ങനെ ലീക്ക് ചെയ്ത് പുറത്തോട്ട് പോയി. ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ട്. ഓക്കെ, ഈ പ്ലാസ്മ പ്രോട്ടീൻസ് എന്താ ചെയ്യുക? കോൺസെൻട്രേറ്റഡ് ആയി, അല്ലെ? ഇവിടെ ലിക്വിഡൊക്കെ ലൂസായി എന്ന് വിചാരിക്കുക. എല്ലാം ലൂസായി കഴിയുമ്പോൾ ഇവിടെ ഭയങ്കര കോൺസെൻട്രേഷനായി. ഓക്കെ, ഈ കോൺസെൻട്രേഷൻ കാരണം നമ്മുടെ പുറത്തുള്ള ബോഡി ഫ്ലൂയിഡ്സിനെ ഇത് ഉള്ളിലോട്ട് പുഷ് ചെയ്യും. കൺഫ്യൂസ് ചെയ്യിക്കണില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ഹാർട്ടുണ്ട്, ഹാർട്ട് പമ്പ് ചെയ്തു, ബ്ലഡ് ഫോഴ്സ്ഫുള്ളി വന്നു പൈപ്പിൽ കൂടെ, ഹോൾസിൽ കൂടെ പുറത്തോട്ട് പോയി. ഇവിടെ സെൽസ് ഉണ്ട്, ഇവിടെ സെൽസ് ഉണ്ട്. ഇത് സെല്ലിന്റെ മേളിലോട്ട് ഈ ബ്ലഡിലെ ലിക്വിഡ് പോർഷൻ ഓഫ് ബ്ലഡ് മൊത്തത്തിൽ ഇങ്ങനെ പോയി. ഓക്കെ, അത് ഓക്സിജൻ, ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ട്, ഹോർമോൺസ് ഉണ്ട്. അപ്പൊ അതെല്ലാം കൂടി ബോഡി സെൽസിന്റെ ആ സ്പേസിലോട്ട് ഫിൽട്രേറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, അപ്പോ ഈ പ്രഷർ നമ്മൾ എന്തു പറയും? ഈ ചെയ്യുന്ന, അതായത് ഹാർട്ട് സിസ്റ്റോളി നടക്കുമ്പോൾ, അതായത് കൺട്രാക്ട് ചെയ്യുമ്പോൾ വരണ ആ പ്രഷർ, അതായത് ആ ബ്ലഡ് അതിൻ്റെ വോൾസിൽ അപ്ലൈ ചെയ്യണ പ്രഷറിനെ നമ്മൾ എന്തു പറയും? ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. ഹൈഡ്രോസ്റ്റാറ്റിക്, ഞാൻ ഫുള്ള് എഴുതണില്ല, ഇവിടെ ഉണ്ട്. ഓക്കെ, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അതാണ് ആ ലീക്ക് ചെയ്യപ്പെടുന്ന പ്രഷറിന്റെ പേര്. ഇനി നമ്മുടെ പ്ലാസ്മ പ്രോട്ടീൻസ്, അപ്പോൾ എല്ലാ ഫ്ലൂയിഡും നമ്മൾ എസ്കേപ്പ് ചെയ്ത് പോയി, അല്ലേ? എല്ലാം ഒന്ന് വിചാരിക്കുക, ജസ്റ്റ് നമുക്ക് മനസ്സിലാവാൻ. പിന്നെ എന്ത് ചെയ്യും? നമുക്ക് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പ്ലാസ്മ പ്രോട്ടീൻസ് ഇരിക്കുക. പ്ലാസ്മ പ്രോട്ടീൻ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. കാരണം എന്താ? അതിൻ്റെ പ്രഷർ കൂടുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? എപ്പോഴും നമ്മൾ കൂടുതൽ പ്രഷർ ഉള്ളിടത്തേക്ക്, അതായത് ഓസ്മോട്ടിക് പ്രഷറാണ് ഇവിടെ കൂടണത്. ഓക്കെ, വാട്ടറിൻ്റെ പ്രഷർ കുറവാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് ആ പ്ലാസ്മ ലിക്വിഡ് പോർഷനെ ഇത് പുൾ ഔട്ട് ചെയ്യും ഇൻസൈഡിലോട്ട്. അതായത് ഈ പ്ലാസ്മ പ്രോട്ടീൻസ് കോൺസെൻട്രേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ വാട്ടറിനെ അബ്സോർബ് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പൊ ഈ പ്ലാസ്മ പ്രോട്ടീൻസ് എക്സർട്ട് ചെയ്യണ പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയണത്? ഓസ്മോട്ടിക് പ്രഷർ. അത് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, കൊളോയിഡ് ഓസ്മോട്ടിക് പ്രഷർ. കൊളോയിഡ് ഓസ്മോട്ടിക് പ്രഷർ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ. ഇനി കൊളോയിഡ് എന്ന് വെച്ചാൽ എന്താ? ജസ്റ്റ് ഒരു സസ്പെൻഡ് ചെയ്തേക്കണ കൊളോയിഡ് പാർട്ടിക്കിൾസ് ആണ് ഈ പ്ലാസ്മ പ്രോട്ടീൻസ്. ഏത് കൊളോയിഡ് പാർട്ടിക്കിൾസ് എക്സർട്ട് ചെയ്യണ പ്രഷറാണ് കൊളോയിഡ് ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ,
അപ്പോൾ ഓൺകോട്ടിക് പ്രഷർ എന്ന് വെച്ചാൽ എന്താ? ഓൺകോട്ടിക് പ്രഷർ പ്ലാസ്മ പ്രോട്ടീൻ എക്സർട്ട് ചെയ്യണ പ്രഷറിന് മാത്രം കൊടുത്തിട്ടുള്ള പേരാണ്. ഓക്കെ, അതായത് ബ്ലഡിലുള്ള പ്ലാസ്മ പ്രോട്ടീൻ, ആ പ്ലാസ്മ പ്രോട്ടീൻ ഒരു പ്രഷർ എക്സർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഓൺകോട്ടിക് പ്രഷർ പറയും. അത് പ്ലാസ്മ പ്രോട്ടീന് മാത്രമുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പൊ വേറെ ഏതെങ്കിലും കൊളോയിഡ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഒന്നല്ലെങ്കിൽ ജസ്റ്റ് ഓസ്മോട്ടിക് പ്രഷർ പറയാം, അല്ലെങ്കിൽ കൊളോയിഡ് ഓസ്മോട്ടിക് പ്രഷർ പറയാം. ഇത് പറയുമ്പോൾ നമ്മളിങ്ങനെ ഓസ്മോട്ടിക് പ്രഷറിനെ പറ്റി പണ്ട് പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു എക്സാമ്പിൾ പറയും ഇല്ലേ? നമ്മൾ മാങ്ങ ഉപ്പിലിട്ട് കഴിയുമ്പോൾ എന്താ സംഭവിക്കണേ? നമ്മൾ ഉപ്പ് വെള്ളത്തിൽ ഒരു ഗ്രീൻ മാങ്ങ ഇട്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഉപ്പിലുള്ള സോൾട്ട് കണ്ടന്റ് ഭയങ്കര കൂടുതലാണ്. ഈ സോൾട്ട് ഈക്വലൈസ് ചെയ്യപ്പെടണം. അതോടുകൂടി എന്താ പറയുക, ഈ ഉപ്പുവെള്ളത്തിലെ സോൾട്ടിൻ്റെ കണ്ടന്റ് കൂടുമ്പോൾ മാങ്ങയിലുള്ള വെള്ളം ഓക്കെ അബ്സോർബ് ചെയ്യപ്പെടും പുറത്തോട്ട്. കാരണം എന്താ? അവിടെ ഭയങ്കര സൊല്യൂട്ട് കോൺസെൻട്രേഷനാണ്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ നടക്കണേ. സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ കൊളോയിഡ് പാർട്ടിക്കിൾസ് കൂടുമ്പോൾ അത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ഈ ഫ്ലൂയിഡ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടും. ഞാൻ കൺഫ്യൂഷൻ ആക്കുകയാണോ അതോ എക്സ്പ്ലെയിൻ ചെയ്യാണോ എന്ന് എനിക്ക് മനസ്സിലാവണില്ല, പക്ഷേ കുറച്ച് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്തു, ആ ഫോഴ്സിൽ ഓക്കെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിൽ ഇവിടെ വന്നു. ഈ ഹോൾസിൽ കൂടെ ബ്ലഡ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു അപ് ടു മിഡിൽ വരെ ഈ ലിക്വിഡ് പോർഷനൊക്കെ പുറത്തോട്ട് തെറിച്ചു പോയി. അപ്പൊ എന്തുണ്ടാവണേ? പ്രഷർ പോയി അല്ലേ? ആ ലിക്വിഡ് പോയപ്പോൾ അവിടെ പ്രഷർ പോയി. ഇനി നമുക്കുള്ളത് പ്ലാസ്മ പ്രോട്ടീൻസ് ആണ്. ഈ പ്ലാസ്മ പ്രോട്ടീൻസിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? അതായത് ഓൺകോട്ടിക് പ്രഷർ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ അതെന്ത് ചെയ്യും? ഇവിടെയുള്ള ഫ്ലൂയിഡിനെ തിരിച്ചിങ്ങോട്ട് അബ്സോർബ് ചെയ്യും. അതായത് ഈ പ്ലാസ്മ പ്രോട്ടീൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവണേ? ഈ ഫ്ലൂയിഡ് ബാക്ക് പോവില്ല. അപ്പൊ അത് അവിടെ എന്താവും? നമ്മൾ അതിനെ എഡിമ അല്ലെങ്കിൽ സ്വെല്ലിങ് പറയും, അത് നമുക്ക് പതുക്കെ പറയാം. പക്ഷെ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ ഓൺകോട്ടിക് പ്രഷർ. ഓക്കെ, ഇപ്പൊ നമുക്ക് തിരിച്ച് ഇപ്പൊ അതായത് കുറെ ഫ്ലൂയിഡ് പുറത്തോട്ട് പോയി, കുറച്ച് അകത്തോട്ട് പോയി, അത് കഴിഞ്ഞിട്ട് അകത്ത് കിട്ടുമ്പോൾ പ്ലാസ്മ പ്രോട്ടീൻ ഹാപ്പി ആയി അല്ലേ? നമുക്ക് പുറത്തുനിന്നുള്ള ഫ്ലൂയിഡ് അകത്തോട്ട് വന്നു, പ്ലാസ്മ പ്രോട്ടീൻ ഓക്കെ ആയി, കോൺസെൻട്രേഷൻ കറക്റ്റ് ആയി. അത് കഴിഞ്ഞിട്ട് ആ ബ്ലഡ് ആണ് നമ്മുടെ വെയിൻസ് വഴി വെന്യൂൾസ് ഓക്കെ, പിന്നെ വെയിൻ, പിന്നെ സുപ്പീരിയർ വീന കവ, ഇൻഫീരിയർ വീന കവയായിട്ട് ഹാർട്ടിലോട്ട് പോണത്. ഇനി ആർക്കെങ്കിലും കറക്റ്റായിട്ട് പ്രഷർ എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ബ്ലഡ് നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്തു, 120 ബ്ലഡ് പ്രഷറിലാണ് ഈ ബ്ലഡ് പോകുന്നത്. ഓക്കെ, പക്ഷെ വീണ്ടും ഇതിന് വോൾസിലൊക്കെ പ്രഷറാണ്, ഇതിന് റെസിസ്റ്റൻസ് ഉണ്ട് പോവാൻ. അപ്പൊ ഇങ്ങനെ കുറഞ്ഞ് പിന്നെ കണ്ടോ നമ്മൾ എന്താ പറയാ, ഇതിന്റെ സർഫസ് ഏരിയ കൂടാണ് അല്ലെ? കുറെ സ്ഥലത്തോട്ട് ബ്ലഡ് പോകുമ്പോൾ അത് കുറഞ്ഞ് 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 നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഇതിന്റെ പ്രഷർ വരുന്നത് 35. ഓക്കെ, ഒരു 35 വരുന്നു വിചാരിക്കാം. ഓൺകോട്ടിക് പ്രഷർ ആണെങ്കിൽ ഞാൻ ആ സൈഡിൽ എഴുതിയിട്ട് 35 millimeters ഓഫ് മെർക്കുറി. ഓൺകോട്ടിക് പ്രഷർ ആണെങ്കിൽ 25 ആണെന്ന് വിചാരിക്കാം. 25 ആണ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ. അപ്പൊ ഇവിടെ 35 മൈനസ് 25 എത്രയാ? 10 ഏതാ? ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആണ് കൂടുതലുള്ളത്. അപ്പൊ ആ ഫോഴ്സിൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ലിക്വിഡ് കണ്ടന്റ് ഓഫ് ബ്ലഡ് പ്ലാസ്മ പുറത്തോട്ട് ഫിൽട്രേറ്റ് ചെയ്തു. ബിക്കോസ് അത്രയും പ്രഷർ അവിടെ കൂടുതലാണ് അല്ലെ? ഇതിനേലും കൂടുതലാണ്. അതായത് ഇൻവേർഡ് ഫോഴ്സ് അല്ല കൂടുതൽ, ഔട്ട്വേർഡ് ഫോഴ്സ് ആണ് 10 കൂടുതൽ അല്ലെ? അപ്പൊ പുറത്തോട്ട് പോവും. ഒരു നെറ്റ് ഫിൽട്രേഷൻ പ്രഷർ കിട്ടണത് 10. ഓക്കെ, അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അപ്പൊ അവിടെ 10 ആണ് നെറ്റ് ഫിൽട്രേഷൻ പ്രഷർ വരിക. അതാണ് അതിനെ പുള്ള് ചെയ്യണേ. ഇനി ഫ്ലൂയിഡ് ലോസ്റ്റ് ചെയ്തു. ഇപ്പൊ ഇവിടെ നമുക്ക് ഓസ്മോട്ടിക് പ്രഷർ 25 ആണ്. അത് തന്നെയാണ് ഇവിടെ. ഒരു 27, 28 ഒക്കെ ആവും നമുക്ക് കുറച്ച് ഫ്ലൂയിഡ് പോകുമ്പോൾ. പക്ഷെ നമുക്കിപ്പോൾ കൺസിഡർ ചെയ്യാം 25 തന്നെ. ഇപ്പൊ ഈ 35 ഇവിടെ എന്താവും? 15 ഒക്കെ ആവും. ഓക്കെ, ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, 15 ആവും. മൈനസ് ആയി, കാരണം ഫ്ലൂയിഡ് പോയി, പ്രഷർ വീണ്ടും കുറഞ്ഞു, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കുറഞ്ഞു. ഇപ്പൊ ഇവിടെ ഏത് പ്രഷറാണ് കൂടുതലുള്ളത്? ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ എപ്പോഴും ഇൻവേർഡ് പ്രഷറാണ്, പുള്ളിങ് പ്രഷറാണ്. ഓക്കെ, അപ്പൊ അത് നമ്മുടെ നെറ്റ് പ്രഷർ എന്ത് ചെയ്യും? പുള്ളി ചെയ്യും. മനസ്സിലായില്ലേ?
ഇനി ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ എന്താ ഇപ്പൊ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്തു. ഓക്കെ, ലെഫ്റ്റ് വെൻട്രിക്കിൾ പമ്പ് ചെയ്തു അയോർട്ടയിലോട്ട് 120 പ്രഷർ. ഓക്കെ, നോർമൽ കേസിൽ ഇത് സഞ്ചരിച്ചു. ഓക്കെ, ഇതിന് റെസിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ കുറെ ബ്ലഡ് വെസലിലോട്ട് പോകുമ്പോൾ സർഫസ് ഏരിയ കൂടും, പ്രഷർ കുറയും. അങ്ങനെ ഇത് ലാസ്റ്റ് നമ്മുടെ ക്യാപ്പിലറിയിലോട്ട് എത്തുമ്പോൾ, ഓക്കെ, നമ്മുടെ ലാസ്റ്റ് കുറെ പോയി ഇതിലേക്ക് പോയി ലാസ്റ്റ് ആർട്ടീരിയോളിലെത്തി ക്യാപ്പിലറിയിലെത്തുമ്പോൾ നമുക്ക് 35 ആണെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ അത് ഓർക്കണ്ട. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കാരണം ബ്ലഡ് ഫോഴ്സ്ഫുള്ളി പുറത്തോട്ട് പോയി. എപ്പോഴും നമുക്കറിയാം അല്ലേ, നമ്മളൊരു ചെടിക്ക് വെള്ളം നനയ്ക്കുമ്പോഴായാലും അതിൽ ഹോൾസ് ഉണ്ടെങ്കിൽ നല്ല പ്രഷറിൽ, നമ്മളിപ്പോൾ ടാപ്പ് തുറക്കണ പ്രഷറിലാണ് ആ ഫോഴ്സ്ഫുള്ളി വെള്ളം പുറത്തോട്ട് ലീക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഓക്കെ, അപ്പോൾ ഹാർട്ട് പമ്പ് ചെയ്തു, വെള്ളം പുറത്തോട്ട് ലീക്ക് ചെയ്തു, ഇപ്പൊ വെള്ളമൊക്കെ പുറത്തോട്ട് പോയി, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കുറഞ്ഞു. നമുക്ക് ബാക്കി എന്ത് ചെയ്തു? നമ്മുടെ ഓസ്മോട്ടിക് പ്രഷർ ഇടുന്ന പ്ലാസ്മ പ്രോട്ടീൻസ്. ഓക്കെ, ഈ പ്ലാസ്മ പ്രോട്ടീൻസ് ഇവിടെ കോൺസെൻട്രേറ്റഡ് ആയി, അതിന് അങ്ങനെ ഇരിക്കാൻ വയ്യ, അതിന് ഡൈല്യൂട്ടഡ് ആവണം. അതാണ് നോർമൽ മെക്കാനിസം. അപ്പൊ അതെന്ത് ചെയ്യും? പുള്ളിയും ഫ്ലൂയിഡിനെ ബാക്കിൻ പുള്ളിയും. അപ്പോൾ അത് ഹാപ്പിയായി. അത് കഴിയുമ്പോൾ എന്തായി? നമുക്ക് അത്രയും ബ്ലഡ് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കിട്ടി. ഇനി ഇത് വെയിൻസ് വഴി ഹാർട്ടിലോട്ട് പോകും. ഓക്കെ, ഇനി പ്ലാസ്മ പ്രോട്ടീൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മൾ ബ്ലഡിന്റെ എലമെന്റ്സ് കണ്ടു, അത് ഞാൻ മായ്ക്കട്ടെ. പ്ലാസ്മ പ്രോട്ടീൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ളത് ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഇതിനകത്ത് നമ്മൾ മെയിൻ കണ്ടന്റ് ഇവിടെ കാണുന്നത് ആൽബുമിനാണ്. ഓക്കെ, ആൽബുമിനാണ് ഇവിടെ ഈ ഓസ്മോട്ടിക്, കൊളോയിഡ് ഓസ്മോട്ടിക് പ്രഷർ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ. കൊളോയിഡ് എന്ന് വെച്ചാൽ ജസ്റ്റ് സസ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന പാർട്ടിക്കിൾസ്. ഓക്കെ, കൊളോയിഡ് ഓസ്മോട്ടിക് പ്രഷർ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് നമ്മുടെ ഇത് പ്ലാസ്മ പ്രോട്ടീൻസ് ആയ കാരണം നമുക്കത് ഓൺകോട്ടിക് പ്രഷർ എന്ന് പറയാം. ഇതൊക്കെ ഒന്ന് തന്നെ. ഈ പ്രഷർ കാരണം നമ്മുടെ ഫ്ലൂയിഡിനെ ഇത് ബാക്കിലോട്ട് വലിക്കുകയാണ്. ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നേ? ഓക്കെ, നമ്മുടെ ആൽബുമിൻ അല്ലേ. ഇപ്പൊ ചിലപ്പോ ആരെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ശരീരത്തിൽ ആൽബുമിൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എഡിമ വരും. എഡിമ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തില്ല അല്ലെ. സ്വെല്ലിങ് അല്ലെങ്കിൽ നമ്മൾ നീര് വരണ കണ്ടീഷൻസ് ഇല്ലേ, അതായത് ആൽബുമിനാണ് മെയിൻ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യണത് പ്ലാസ്മ പ്രോട്ടീനിൽ. ഈ ആൽബുമിൻ കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നീര് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആൽബുമിൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവണേ? ആ ഇൻവേർഡ് ഫോഴ്സ് അല്ലെ, അത് പ്രഷർ ഇല്ല അവിടെ, ആ പാർട്ടിക്കിൾ ഇല്ല. ഇപ്പൊ ഇതിപ്പോ ഒരു 10 എണ്ണുള്ളടുത്ത് ഒരെണ്ണുള്ളൂ എന്ന് നോക്കിയാൽ കുറച്ച് ഫ്ലൂയിഡാണ് ബാക്ക് തിരിച്ചു വലിക്കുള്ളൂ അല്ലേ. അപ്പോ ഇപ്പൊ ഇവിടെ കുറെ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അതാണ് ഈ പ്ലാസ്മ പ്രോട്ടീനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് എന്തൊക്കെയാ നമ്മൾ കണ്ടേന്ന് നോക്കാം. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ നമ്മൾ കണ്ടു അല്ലെ. ബ്ലഡ് ഫോഴ്സിൽ വരുന്ന ആ പ്രഷറാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ അല്ലെങ്കിൽ കൊളോയിഡ് ഓസ്മോട്ടിക് പ്രഷർ അല്ലെങ്കിൽ ഓൺകോട്ടിക് പ്രഷർ, ഇതൊക്കെ സെയിം ആണ്. ഓക്കെ, ആർട്ടീരിയോൾ എന്താന്ന് നമ്മൾ കണ്ടു. ആർട്ടീരിയോൾ ആണ് ക്യാപ്പിലറി ഉണ്ടാക്കണ ബ്ലഡ് വെസൽ. വെന്യൂള് ആ ബ്ലഡ് വെസൽ. ഈ ബ്ലഡ് വെസൽസിനെ പറ്റി നമുക്ക് വേറെ പഠിക്കാം കേട്ടോ, കാരണം അതിന്റെ ലെയേഴ്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഇന്റർ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇപ്പൊ ഇവിടെ ഒരു സെല്ലുണ്ട്, അതിനൊരു ന്യൂക്ലിയസും ഉണ്ടെന്ന് വിചാരിക്കാം. ഓരോ സെല്ലിനും നമുക്ക് ന്യൂക്ലിയസ് കൊടുക്കാം. ഇന്റർ സെല്ലുലാർ, എപ്പോഴും ഇന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇൻ ബിറ്റ്വീൻ ആണ്. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ദ സെൽസ്, അതാണ് ഇന്റർ സെല്ലുലാർ ഫ്ലൂയിഡ്. ഇന്റർ സെല്ലുലാർ ഫ്ലൂയിഡ് അതിന്റെ തന്നെ വേറെ പേരാണ് ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്. അപ്പോ ഇപ്പൊ നമ്മൾ കണ്ടു നമ്മുടെ ബ്ലഡ് ഇവിടെ ഉണ്ടായിരുന്നു. ഈ ബ്ലഡ് പ്ലാസ്മ, ഓക്കെ, ഇവിടെ നിന്നുള്ള ബ്ലഡ് പുറത്തോട്ട് വന്നു. നമുക്ക് ഇവിടെ മുഴുവൻ ഈ പ്ലാസ്മയുണ്ട്. പ്ലാസ്മ എന്ന് പറയുന്നത് ഏതാ? ലിക്വിഡ് പോർഷൻ ഓഫ് ദ ബ്ലഡ്. അത് മനസ്സിലായില്ലേ? കാരണം നമ്മളിപ്പോ ഒരു അരിപ്പ, ഓക്കെ, നമ്മൾ ചായ ഒക്കെ എടുത്തിട്ട് അരിപ്പയാന്ന് വിചാരിക്കാം. ഇപ്പൊ അരിക്കുമ്പോൾ ബിഗ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? നമ്മുടെ ടീ ലീവ്സ് ഒക്കെ എന്ത് ചെയ്യും? ടോപ്പിൽ നിൽക്കും. നമ്മുടെ ചായ, ഓക്കെ, അല്ലെങ്കിൽ ടീ മാത്രമാണ് അടിയിലോട്ട് പോകണുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ എന്താ സംഭവിക്കണേ? എന്തിനൊക്കെയാണോ പോവാൻ പറ്റണേ അതൊക്കെ കൂടിയിട്ട് താഴത്തോട്ട് പോരും. അതായത് ആ ലിക്വിഡ് പോർഷൻ, ലിക്വിഡ് ചായ എന്ന് വിചാരിക്കുക, അത് താഴത്തോട്ട് പോകുന്നു.
പക്ഷേ ടീ ലീവ്സ് എന്ത് ചെയ്യും? അത് നമ്മുടെ പ്ലാസ്മ പ്രോട്ടീൻ ആണ് ടീ ലീവ്സിൽ ഉണ്ടാവുക. ഇമാജിൻ ചെയ്യാം കേട്ടോ. അപ്പൊ അത് അവിടെ നമുക്ക് റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്, പ്ലസ് നമ്മുടെ പ്ലാസ്മ പ്രോട്ടീൻസും ഉണ്ട്. അതിനൊരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ ഈ സെൽ മെംബ്രെയിനും നെഗറ്റീവ് ചാർജ് ഉണ്ട്, അതും റിപ്പൽ ചെയ്യും, അതുമുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് ഓർക്കുക, നമ്മുടെ ടീ ലീവ്സില് നമുക്ക് ബിഗ് പാർട്ടിക്കിൾസ്, ടീ ലീവ്സ് പോലെ സങ്കല്പിക്കുക, ഓൺലി ആ ലിക്വിഡ് പ്ലാസ്മയാണ് പോരുന്നത്. വൈറ്റ് ബ്ലഡ് സെൽസ് വരും, അത് ഞാൻ പറയാം. അപ്പോൾ ഇതാണ് ഇവിടെ മെയിൻ ആയിട്ട് നടക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്, അത് തന്നെയാണ് ഇന്റർ സെല്ലുലാർ ഫ്ലൂയിഡ്. ജസ്റ്റ് പേര്, നമ്മളിപ്പോ ഓസ്മോട്ടിക് പ്രഷർ, ഓൺകോട്ടിക് പ്രഷർ പറഞ്ഞ പോലെ. അപ്പോ അവിടെ നമ്മൾ പറഞ്ഞു ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് പറഞ്ഞു, ഇന്റർ സെല്ലുലാർ ഫ്ലൂയിഡ് പറഞ്ഞു. ഇനി ഇൻട്രാ സെല്ലുലാർ, ഇൻട്രാ ദാറ്റ്സ് ഇൻസൈഡ്. ഓക്കെ, അപ്പൊ ഇത് എപ്പോഴും ഇൻസൈഡിലോ കുറച്ച് ഫ്ലൂയിഡ് എപ്പോഴും സെല്ലിന്റെ ഇൻസൈഡിൽ ഉണ്ടാവും. അതാണ് നമ്മുടെ ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. ജസ്റ്റ് ടേംസ് മനസ്സിലാക്കാൻ വേണ്ടി ഇനി നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കിക്കോളും. അപ്പൊ ഇൻട്രൈസ് ഇൻസൈഡ്, ഇന്റർ ഇൻ ബിറ്റ്വീൻ ദ സെൽ, അത് സെയിം ആണ്. ഇത് രണ്ടും സെയിം ആണ് നമ്മുടെ. ഓക്കെ, ഇനി ലിംഫ് നമ്മൾ കേൾക്കില്ലേ, ലിംഫാറ്റിക് സിസ്റ്റം, ലിംഫാറ്റിക് ഫ്ലൂയിഡ്, അത് എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യണേ? അപ്പൊ നമ്മൾ പറഞ്ഞു ഗ്രീൻ വേണം. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു ഹാർട്ട് പമ്പ് ചെയ്തു, ഫോഴ്സ്ഫുള്ളി ബ്ലഡ് വന്നു, അത് നമ്മുടെ ആർട്ടീരിയൽ എൻഡിലെത്തി, അത് ഫോഴ്സ്ഫുള്ളി ലീക്ക് ഔട്ട് ചെയ്തു അല്ലെ, ഫിൽട്ടർ പോലെ, നമ്മുടെ അരിപ്പ പോലെ കണ്ടൻസ് അതിന്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്, കുറച്ച് ഫ്ലൂയിഡ് പുറത്തോട്ട് പോയി. ഇനി ഈ ഫ്ലൂയിഡ് പുറത്തോട്ട് പോയതിനെ നമ്മൾ തിരിച്ചു കയറ്റി അല്ലെ, നമ്മുടെ പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിൻ മെയിൻ ആയിട്ട് അത് തിരിച്ചു കയറ്റി. ഇനി ഇവിടെ കുറച്ചും കൂടി ഫ്ലൂയിഡ് ഉണ്ട്, അതപ്പോ എന്താ ചെയ്യാ? അതിനു വേണ്ടിയാണ് നമുക്ക് ലിംഫാറ്റിക് സിസ്റ്റം ഉള്ളത്. ലിംഫാറ്റിക് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യണത് അവിടുന്നാണ്. ഈ ലിംഫാറ്റിക് സിസ്റ്റം എന്താ ചെയ്യണേ? അവിടുന്ന് ഈ എക്സ്ട്രാ ബാലൻസ് കിടക്കണ ഫ്ലൂയിഡിനെ, ബാലൻസ് ഉള്ള ഫ്ലൂയിഡിനെ തിരിച്ച് നമുക്ക് സർക്കുലേഷനിലേക്ക് കയറ്റണം അല്ലേ? ഓർക്കുക, നമ്മളൊരു ചെടി വെച്ചു, ചെടിക്ക് വെള്ളമൊഴിക്കുകയാണ്. ഈ ചെടിക്ക് വെള്ളമൊഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ചെടിയുടെ മേത്തൊക്കെ വെള്ളമൊഴിക്കാമെന്ന് വിചാരിക്കാം. പക്ഷെ ചെടി അബ്സോർബ് ചെയ്യും ആവശ്യത്തിനുള്ള വെള്ളം. ഇത് കഴിഞ്ഞ് ബാലൻസ് ഉള്ള വെള്ളം എന്ത് ചെയ്യും? മണ്ണ് അബ്സോർബ് ചെയ്യും അല്ലേ? സംഹൗ ആ മണ്ണ് അബ്സോർബ് ചെയ്ത വെള്ളം തിരിച്ച് നമ്മുടെ സിസ്റ്റത്തിലോട്ട് തന്നെ വരുന്നുണ്ട് അല്ലേ, അന്തരീക്ഷത്തില്. ഇതുപോലെ തന്നെ നമുക്കത് ഇവിടെ വരച്ചാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. ഇപ്പൊ നമുക്ക് ഇവിടെ ഉണ്ട്, നമ്മൾ ഇവിടെ എന്താ കണ്ടത്? കുറച്ച് ഫ്ലൂയിഡ് പുറത്തോട്ട് പോയി, കുറച്ച് ഫ്ലൂയിഡ് അകത്തോട്ട് പോയി. അയ്യോ, ഗ്രീൻ വെച്ച് വരയ്ക്കാൻ പാടില്ല, ഗ്രീൻ ലിംഫാറ്റിക് ആയിരുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് ഫ്ലൂയിഡ് പുറത്തോട്ട് പോയി, ഇവിടെ നമുക്ക് അകത്തോട്ട് പോയി. പക്ഷെ സ്റ്റില് കുറച്ച് ഫ്ലൂയിഡ് ഉണ്ട് നമുക്കിവിടെ, കുറച്ച് മൈന്യൂട്ട് എമൗണ്ട്സ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിനെ കളക്ട് ചെയ്യലാണ് നമ്മുടെ ലിംഫിന്റെ പണി. അതായത് നമ്മുടെ ലിംഫ് ഗ്ലാൻസ് തുടങ്ങണത് ഇവിടെ നിന്നാണ്. ഓക്കെ, ഈ ലിംഫാറ്റിക് സിസ്റ്റം ഇങ്ങനെ തുടങ്ങിയിട്ട്, അപ്പൊ അത് ഇവിടെ നിന്ന് വരയ്ക്കാം. ഇവിടെ ബോഡി സെൽസ് ഉണ്ട്, ഇവിടെ നമുക്ക് ഫ്ലൂയിഡ് ഉണ്ട്. ഈ ലിംഫാറ്റിക് സിസ്റ്റം ഇങ്ങനെ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇതെന്ത് ചെയ്യും? ഇതും ലാസ്റ്റ് പോയിട്ട് നമ്മുടെ ഹാർട്ടിലോട്ട് ചെന്ന് ചേരും. എവിടേക്കോട്ട്? നമ്മുടെ വീന കവയിലോട്ട്, സുപ്പീരിയർ വീന കവയിലോട്ട്. അപ്പോ എന്തെങ്കിലും ബാലൻസ് ഫ്ലൂയിഡ് ഇവിടെ കിടക്കണത്, അല്ലെങ്കിൽ പ്ലാസ്മ പ്രോട്ടീൻസ് സ്മോൾ വൺസ് എല്ലാം കളക്ട് ചെയ്തിട്ട് അപ്പൊ ലിംഫാറ്റിക് വെസൽ തുടങ്ങണത് എവിടുന്ന? ഈ കാപ്പിലറി സ്ട്രക്ചേഴ്സിൽ നിന്ന്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നുള്ള ബാലൻസ് ഫ്ലൂയിഡ് എല്ലാം എടുത്തിട്ട് ഈ ലിംഫാറ്റിക് സിസ്റ്റം, ഇടയ്ക്കൊരു ലിംഫ് നോഡ് ഉണ്ടാവും എന്ന് വിചാരിക്കുക. ഈ ലിംഫ് നോഡ് അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഈ കാപ്പിലറി ടിഷ്യൂ സ്പേസിൽ നിന്നാണ് ഈ ഫ്ലൂയിഡ് എടുക്കണത് അല്ലെ? അപ്പൊ ഈ എടുക്കണ ഫ്ലൂയിഡിന് നമ്മളിപ്പോ എയർപോർട്ടിൽ പോയി, ഓക്കെ, നമുക്ക് സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഒക്കെ നമ്മൾ കൊണ്ടുപോകണുണ്ടോ എന്നറിയാനായിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഇമാജിൻ ചെയ്യാണ്. അതുപോലെ തന്നെ ഈ ലിംഫ് എന്താ ചെയ്യണേ? ഇങ്ങനെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് പോലെ ബ്ലണ്ട് എൻഡ് ആയിട്ട് ഇത് കാപ്പിലറിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എക്സ്ട്രാ ഉള്ള ഫ്ലൂയിഡിനെയൊക്കെ അവിടുന്ന് പെറുക്കി അവിടുന്ന് ഫിൽട്രേറ്റ് ചെയ്തെടുത്ത് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിലോട്ട് തിരിച്ചിടലാണ് ലിംഫിന്റെ പണി. അപ്പോൾ അവിടെ ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് കുറച്ച് ലിംഫ് നോഡ്സ് ഉണ്ട് അതിന്റെ വഴിയിൽ
എന്നിട്ട് ഇതിന്റെ ഫ്ലോ എവിടെ നിന്നായിരിക്കും? ജസ്റ്റ് വൺ വേർഡ് ഫ്ലോ. ഓക്കെ, അത് ഫ്രം ദ കാപ്പിലറി ഇൻ ടു ദ ഡയറക്ഷൻ ഓഫ്, ഫൈനലി അത് എംപ്റ്റി ചെയ്യണത് നമ്മുടെ സുപ്പീരിയർ വീന കവ് വഴി ഏട്രിയത്തിലോട്ട്, റൈറ്റ് ഏട്രിയത്തിലോട്ട്. ഓക്കെ, ഇനി അപ്പം നമ്മൾ ഇവിടെ എവിടെ പറഞ്ഞു നിർത്തിയത്? ലിംഫ്. ഇപ്പൊ ലിംഫ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നമ്മൾ എഡിമ അവിടെ നിൽക്കട്ടെ കേട്ടോ. ആൽബുമിൻ നമ്മൾ കണ്ടു പ്ലാസ്മ പ്രോട്ടീൻ ആണ് അല്ലെ? ഈ പ്ലാസ്മ പ്രോട്ടീൻ മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, ആ മെയിൻ ആയിട്ടുള്ളത് കുറയുമ്പോൾ നമുക്ക് എഡിമ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം എന്താ? തിരിച്ചു ഫ്ലൂയിഡ് പുള്ള് അപ്പ് ചെയ്യപ്പെടണില്ല. നമുക്ക് ഇപ്പൊ സംസാരിക്കാം. ഇനി നമ്മൾ എൻഡോതീലിയൽ സെൽസ് പറഞ്ഞു അല്ലെ? 1 ലെയർ ഓഫ് എൻഡോതീലിയൽ സെൽസ്, അത് ഭയങ്കര ട്രാൻസ്പാരന്റ് ആയിരിക്കും. ഓക്കെ, ഇനി ലിംഫെഡിമ, അത് ഈ എഡിമ നമുക്ക് കാണാം, ഹാർട്ട് ഫെയിലിയർ കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇവിടെ നമ്മൾ 3 തരത്തിൽ, ഒന്നും മാറ്റണ്ട, 3 തരത്തിലുള്ള ഫോഴ്സുകൾ പറഞ്ഞു അല്ലെ? ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ പറഞ്ഞു. ഇനി ഈ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടുതലാണെങ്കിൽ, ഓക്കെ, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടുതലായിട്ടുള്ള സമയത്ത് എന്തുണ്ടാവുക? കുറെ ഫ്ലൂയിഡ് ഫിൽട്രേറ്റ് ചെയ്യപ്പെടും. പക്ഷേ നമ്മുടെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു അളവിലാണ് ഈ ഓൺകോട്ടിക് പ്രഷർ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ വെച്ച് നോർമൽ ആയിട്ടുള്ള ഫ്ലൂയിഡ്, എക്സാമ്പിൾ പറയും 100 ml, ഇങ്ങനെയല്ല കേട്ടോ, ഇതെല്ലാം കണക്ക് ഞാൻ മനസ്സിലാവാൻ വേണ്ടി മാത്രം പറയണതാണ്. 100 ml ഇവിടേക്ക് പോയി. ഓക്കെ, ഇവിടെ നിന്ന് 50 ml എടുത്തു, ഒരു 25 കൂടി ലിംഫ് എടുത്തു എന്ന് വെക്കാം. ബാക്കി വീണ്ടും 25 ഉണ്ട്. ആ 25 അപ്പൊ അവിടെ എന്താവും? നീരായിട്ട് നിൽക്കും, സ്വെല്ലിംഗ് ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ എഡിമയായിട്ട് നിൽക്കും. മനസ്സിലായോ? ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ 3 ഫോഴ്സ് ആണുള്ളത് അല്ലെ? അപ്പൊ ഫസ്റ്റത്തെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അത് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ പുറത്തോട്ട് വരും, അത് നമുക്ക് എഡിമയായിട്ട് നിൽക്കും. അപ്പോൾ ഇൻക്രീസ്ഡ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. ഇനി എന്താണ് എഡിമ ഉണ്ടാവാൻ കാരണം? ഓക്കെ, ഡിക്രീസ്ഡ് ഓസ്മോട്ടിക് പ്രഷർ. അതെങ്ങനെയാ? ഡിക്രീസ്ഡ് ആൽബുമിൻ അല്ലെ? നമ്മളിപ്പോൾ പറഞ്ഞു ഈ കുറച്ച് ആൽബുമിൻസ് അവിടുന്ന് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് പ്ലാസ്മ പ്രോട്ടീൻസ് അവിടെ ഇല്ലെങ്കിൽ തിരിച്ച് ഉള്ള സൊല്യൂട്ട് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ ഉണ്ടാക്കാനുള്ള സബ്സ്റ്റൻസ് അവിടെ മിസ്സിംഗ് ആണ്. അപ്പോ എന്ത് ചെയ്യും? വീണ്ടും ഇത് അബ്സോർബ് ചെയ്യില്ല. അപ്പൊ ലിംഫ് കുറെ അബ്സോർബ് ചെയ്യും, കുറെ പുറത്തോട്ട് വരുന്നുണ്ട്. ബാലൻസ് ഉള്ളത് അവിടെ, ഇവിടെ ഫ്ലൂയിഡ് എക്സ്ട്രാ നിൽക്കും. ഓക്കെ, ഫ്ലൂയിഡ് എക്സ്ട്രാ നിൽക്കുമ്പോൾ അവിടെ സ്വെല്ലിംഗ് ആവും. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം അല്ല, ഇത് സെക്കൻഡ് വൺ. ഓക്കെ, തേർഡ് വൺ എന്തായിരിക്കും? തേർഡ് വൺ ഇമാജിൻ ചെയ്യുക. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ലിംഫാറ്റിക് സിസ്റ്റത്തിന് പ്രശ്നം വന്നു. ഓക്കെ, അവിടെ ഒരു ക്യാൻസർ സെല്ല് ഗ്രോ ചെയ്യാണ്, അത് ലിംഫാറ്റിക് സിസ്റ്റത്തിനെ ബ്ലോക്ക് ചെയ്തു, അല്ലെങ്കിൽ ഒരു ക്യാൻസർ സർജറി ചെയ്തിട്ട് അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു ലിംഫനോട് എടുത്ത് മാറ്റിയെന്ന് വിചാരിക്കുക. അപ്പൊ ഇങ്ങനത്തെ ലിംഫാറ്റിക് സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു ലിംഫാറ്റിക് സിസ്റ്റം ത്തിന് വന്നു കഴിഞ്ഞാലും എന്താ സംഭവിക്കാൻ പോണത്? അവിടെ നിന്നുള്ള അബ്സോർപ്ഷൻ, ലിംഫ് എടുത്തിട്ട്, ഇവിടെ ബാലൻസ് ഉള്ള ലിംഫ് എടുത്തിട്ട് നമുക്ക് അതെല്ലാം കൂടി ഹാർട്ടിലോട്ട് തിരിച്ചു കൊണ്ടുപോകണം അല്ലെ? അപ്പൊ അതില്ലെങ്കിലും സിമ്പിൾ ആയിട്ട് നമ്മൾ 3 ഫോഴ്സ് പറഞ്ഞു. ഓക്കെ, അതായത് നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്തിട്ട് ആ പ്രഷറിൽ വരണു, കൂടുതൽ പ്രഷറാണെന്ന് വിചാരിക്കുക, ഭയങ്കരമായിട്ട് ഫോഴ്സ് കൂടിയിട്ട് കുറെ ഫ്ലൂയിഡ് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ 2 സിസ്റ്റത്തിന്, മറ്റേ 2 പ്രഷറിന് കോപ്പപ്പ് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ, ലിംഫാറ്റിക് സിസ്റ്റത്തിനും ഓസ്മോട്ടിക് പ്രഷറിനും കോപ്പപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവിടെ സ്വെല്ലിംഗ് വരും. പ്ലസ് ഓസ്മോട്ടിക് പ്രഷർ, ഓക്കെ, അവിടെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഇവിടെ കുറെ ഫ്ലൂയിഡ് ഇരിക്കും. അപ്പൊ നമ്മൾ എന്താ പറയാ ഇതിനെ? ഓക്കെ, ഒരു പിറ്റിംഗ് എഡിമ, നോൺ പിറ്റിംഗ് എഡിമ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ചപ്പാത്തിയുടെ മാവ് കുഴച്ചിട്ട് നമ്മൾ തൊട്ട് നോക്കില്ലേ? തൊട്ട് നോക്കുമ്പോൾ അത് കുഴിഞ്ഞു പോകാണ്ട് അത് പതുക്കി ഇങ്ങനെ പുറകോട്ട് വരും. അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സ്വെല്ലിങ്? അപ്പൊ നമ്മളിങ്ങനെ ഞെക്കുമ്പോൾ അത് പിറ്റായിട്ട് ഒരു പിറ്റ് ഫോം ചെയ്തിട്ട് വരണതാണ് പിറ്റിംഗ് എഡിമ. അതെങ്ങനെയാ വരണത്? അപ്പോ ഇവിടെ ഫ്ലൂയിഡ് കൂടി അല്ലെ? ഞാൻ പ്രസ് ചെയ്ത് നോക്കി, ആ ഫ്ലൂയിഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തു, അവിടെ ഒരു പിറ്റ് വന്നു. ഇത് പിറ്റിംഗ് എഡിമ. ഇനി ലിംഫെഡിമ എങ്ങനെ വരാ? ലിംഫെഡിമ വരണത് ഇപ്പോ ഇതിലെ കുറച്ച് പ്ലാസ്മ പ്രോട്ടീൻസ് ട്രേസ് ആയിട്ട് ലീക്ക് ഔട്ട് ചെയ്തെന്ന് വെക്കാം. ട്രേസ് വളരെ മിനിമൽ ആയിട്ട്.
ഇതിങ്ങനെ ഓവർ പീരീഡ് ഓഫ് ടൈം അക്യുമുലേറ്റ് ചെയ്ത് വരും. അപ്പൊ എന്താ സംഭവിക്കണേ, നമുക്ക് എവിടെ പ്ലാസ്മ പ്രോട്ടീൻ ഉണ്ടെങ്കിലും എന്ത് സംഭവിക്കും, അതിവിടെ ഓസ്മോട്ടിക് പ്രഷർ ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ പ്ലാസ്മ പ്രോട്ടീൻസ് അക്യുമുലേറ്റ് ചെയ്തു വരുമ്പോ ഇവിടുത്തെ ഓസ്മോട്ടിക് പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഫ്ലൂയിഡ് നമ്മൾ ഇവിടെ ചെയ്യണ പോലെ തന്നെ ഇവിടെ ഫ്ലൂയിഡ് കളക്ട് ചെയ്ത് വെക്കും. അപ്പോൾ അതിനെ പ്രസ് ചെയ്യുമ്പോൾ അത് മൂവ് ചെയ്യില്ല. കാരണം എന്താ, പ്ലാസ്മ പ്രോട്ടീനുമായിട്ട് അത് ബൈൻഡ് ചെയ്തിരിക്കുകയാണ്, അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ നോൺ പിറ്റിംഗ് എഡിമ വരിക. അതിനകത്ത് ഒരെണ്ണം ലിംഫെഡിമ, ലിംഫിന്റെ ബ്ലോക്ക് വഴി വരുന്നതാണ് ലിംഫെഡിമ. അപ്പോ അത് മെയിൻ ആയിട്ട് ലിംഫെഡിമ ഇങ്ങനെയായിരിക്കും, നോൺ പിറ്റിംഗ് ആയിരിക്കും. ഓക്കെ, കാരണം എന്താ, ആ പ്ലാസ്മ പ്രോട്ടീനെ ലിംഫാറ്റിക് വെസൽസ് അബ്സോർബ് ചെയ്തിട്ട് പോണില്ല. അപ്പൊ ഇത് ലിംഫ് പറഞ്ഞു, എഡിമ, പിറ്റിംഗ്, നോൺ പിറ്റിംഗ് അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 3 ഡിഫറെന്റ് ടൈപ്പിലാണ് നമുക്ക് എഡിമ വരണത്. ആൽബുമിൻ അതൊരു പ്ലാസ്മ പ്രോട്ടീൻ ആണ്. പ്ലാസ്മ നമ്മൾ പറഞ്ഞു ലിക്വിഡ് പോർഷൻ ഓഫ് ബ്ലഡ്. അതിനകത്ത് കുറെ സബ്സ്റ്റൻസസ് ഉണ്ടാവും. ഈ പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ട്, ഹോർമോൺസ്, എൻസൈംസ്, അങ്ങനത്തേക്ക്. അത് നമുക്ക് ബ്ലഡ് പഠിക്കുമ്പോൾ കാണാം. എൻഡോത്തീലിയൽ സെൽസ് മനസ്സിലായില്ലേ, സിംഗിൾ ലെയർ ഓഫ് എൻഡോത്തീലിയൽ സെൽസ് ആണ്. ലിംഫെഡിമ മനസ്സിലായി, ലിംഫിന് ബ്ലോക്ക് വഴി വന്നിട്ടുള്ള എഡിമ. മെയിൻ ആയിട്ടത് നോൺ പിറ്റിംഗ് ആയിരിക്കും. ഹാർട്ട് ഫെയിലിയറിൽ എന്താ ഉണ്ടാവാൻ പോണത്, ഓക്കെ, നമുക്ക് ഹാർട്ട് ഫെയിലിയർ, ഇപ്പൊ നമ്മുടെ റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ ആണെന്ന് വിചാരിക്കാം. റൈറ്റ് സൈഡിലെ ഹാർട്ട് ഫെയിലിയർ ആയി, പമ്പ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ ഇവിടെ ബ്ലഡ് അക്യുമുലേറ്റ് ചെയ്യും, റൈറ്റ് ഏട്രിയത്തിൽ അക്യുമുലേറ്റ് ചെയ്യും, നമ്മുടെ വീന കാവയില് ഇങ്ങനെ പമ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ എന്താ പറയാ, എംറ്റിങ് നടക്കില്ല. അപ്പൊ ഇവിടേക്ക് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാ, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്താവും, കൂടും അല്ലെ. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടുമ്പോ പുറത്തോട്ടാണ് പോവാ, ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ പുറത്തോട്ട് വരും ഫ്ലൂയിഡ്. അപ്പൊ എന്താ സംഭവിക്കുക, തിരിച്ചെടുക്കാൻ പറ്റണില്ല. അപ്പൊ അത് സ്വെല്ലിംഗ് ആവും. മനസ്സിലായില്ലേ? അപ്പോ അത് ഹാർട്ട് ഫെയിലിയറിന് വരും. ഇനി ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയണത് ഇപ്പൊ നമ്മൾ കണ്ടു അല്ലെ, ഒരു എൻഡോത്തീലിയൽ സെൽസ് അവിടെ സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ കൂടെയാണ് ഈ ലിക്വിഡ് പോർഷൻ അല്ലെങ്കിൽ ലിക്വിഡ് പ്ലാസ്മ ഫിൽട്രേറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി ഇത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ, തലയിലോട്ടുള്ള ബ്ലഡ്, ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോത്തീലിയൽ സെൽസ് ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കും എൻഡോത്തീലിയൽ സെൽസ്. അപ്പൊ എന്താ ചെയ്യുക, അത് ഓൺലി സെലക്റ്റഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെയാണ് അത് അലൗ ചെയ്യുള്ളൂ സേഫ്റ്റിക്ക്. ഓക്കെ, അതാണ് നമ്മൾ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ക്യാപ്പിലറി ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും എൻഡോത്തീലിയൽ സെൽസ്. അത് ഓൺലി സെലക്റ്റീവ് സബ്സ്റ്റൻസിനെ മാത്രമാണ് അത് പെർമിയബിലിറ്റി ഉള്ളൂ. ഇനി ആദ്യം വാൽവ്സ് കാണാം. നമുക്ക് ഹാർട്ട് ഉണ്ട്, ഹാർട്ട് പമ്പ് ചെയ്യുമ്പോൾ ഫോഴ്സിലാണ് ഇവിടെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഹാർട്ടിൽ നിന്ന് പോകുന്ന ബ്ലഡ് വെസൽസിന്, ഹാർട്ടിൽ നിന്ന് എക്സിറ്റ് ചെയ്യപ്പെടുന്ന ബ്ലഡ് വെസൽസിന് നമുക്ക് ഫോഴ്സ് ഏതാ, ബ്ലഡ് മൂവ് ചെയ്യാൻ ഒരു ഫോഴ്സ് ഉണ്ട് ഇല്ലേ. പക്ഷെ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് തിരിച്ച്, ഇവിടെ നമ്മുടെ എല്ലാ മെയിൻ ആയിട്ടുള്ള ഫോഴ്സും ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറൊക്കെ ലൂസ് ചെയ്തെന്ന് വിചാരിക്കുക. ഇവിടെ വരുമ്പോൾ അത് 15 കുറഞ്ഞു അല്ലെ. ഇനി നമുക്ക് തിരിച്ച് ഈ ബ്ലഡ് ഹാർട്ടിലോട്ട് പോണ വഴിക്ക് ഒരു സ്ട്രക്ചറും കൂടി എക്സ്ട്രാ ഉണ്ട്. അതാണ് നമ്മുടെ വാൽവുകൾ. ഓക്കെ, ഇവിടെ വാൽവ്സ് ഉണ്ട്. വാൽവ്സ് എന്തിനാ, ബാക്ക് ഫ്ലോ തടയാനായിട്ട്. കാരണം ഇവിടെ ആ ഹാർട്ട് ബീറ്റിങ്ങിന്റെ പ്രഷർ ഇല്ല, അതുകൊണ്ട് അവിടെ വാൽവ് ഉണ്ട്. ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഉണ്ട് വാൽവ്, ബാക്ക് ഫ്ലോ തടയാൻ. കാരണം ലിംഫാറ്റിക് സിസ്റ്റം അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ക്യാപ്പിലറിന്ന് അല്ലേ. അപ്പൊ അവിടെയും വാൽവ്സ് ഉണ്ട് നമുക്ക്. ഈ വാൽവ്സ് ബാക്ക് ഫ്ലോ തടഞ്ഞിട്ട് ഓൺലി 1 ഡയറക്ഷണൽ ഫ്ലൂയിഡ് ഫ്ലോ അലൗ ചെയ്യും. ഓൺലി 1 ഡയറക്ഷണൽ. വെയിൻസിനും വാൽവ്സ് ഉണ്ട്, ലിംഫാറ്റിക് സിസ്റ്റത്തിനും വാൽവ്സ് ഉണ്ട്. അതിന്റെ കാരണം ഇപ്പൊ മനസ്സിലായല്ലോ. നമ്മുടെ ഹാർട്ടിന്റെ പ്രഷർ, പമ്പിങ് പ്രഷർ ആർട്ടറീസിനുണ്ട് അല്ലെ. അയോർട്ടയ്ക്കും ആർട്ടറീസിനും ആർട്ടീരിയോൾസിനും ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അത് വളരെ കുറവാണ്. അപ്പോൾ ഒരു സൈഡ് എന്താ പറയാ, ഒരു സൈഡ് പാർട്ട് വാൽവ്സ് ഹെൽപ്പ് ചെയ്യും, പ്രിവെന്റ് ചെയ്യും ബാക്ക് ഫ്ലോ ഓഫ് ദി ബ്ലഡ് അല്ലെ. ഇനി ഇവിടെ വെയിൻസിൽ കൂടെയുള്ള ബ്ലഡും ലിംഫാറ്റിക് സിസ്റ്റത്തിൽ കൂടെയുള്ള ലിംഫാറ്റിക് ഫ്ലൂയിഡും, ഓക്കെ, അത് എങ്ങനെയാണ് മൂവ് ചെയ്യുക,
നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ സ്കെലിറ്റൽ മസിൽസ് മൂവ് ചെയ്യുമ്പോൾ, ഓക്കെ, സ്കെലിറ്റൽ മസിൽസ് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ റെസ്പിറേഷൻ വഴി ഈ ഫോഴ്സസ് ഒക്കെയാണ്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഇതിനെ മൂവ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇന്റർ സെല്ലുലാർ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്. ഈ സെയിം ഫ്ലൂയിഡ് ആണ് once it gets into the lymphatic vessels we will call that as lymph. ഓക്കെ, അപ്പോൾ ഇവിടെ ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഇന്റർസെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം അത് ഈ സെയിം ഫ്ലൂയിഡ്, ഓക്കെ, ഔട്ട്സൈഡ് ഉള്ള ഫ്ലൂയിഡ് ലിംഫാറ്റിക് സിസ്റ്റത്തിലോട്ട് കയറി കഴിയുമ്പോൾ ആ സെയിം ആണ് അല്ലെ, അതിനെയാണ് നമ്മൾ ലിംഫ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ എന്തൊക്കെയായിരിക്കും നമ്മൾ പറഞ്ഞിപ്പോ, ഇത് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ്. ഇപ്പൊ ഇവിടെ ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് ഉണ്ട്, ഓക്സിജനും ന്യൂട്രിയൻസും സെല്ലിന് ആവശ്യമുള്ളത് എടുക്കും, എന്നിട്ട് സെല്ലില് കെമിക്കൽ റിയാക്ഷൻ നടക്കും, അതിനെ നമ്മൾ മെറ്റാബോളിസം എന്ന് പറയും. ഈ മെറ്റാബോളിസം നടന്നിട്ട് എന്തായാലും അവിടെ വേസ്റ്റ് പ്രോഡക്ട്സ് ഉണ്ടാവും അല്ലേ. അതായത് നമ്മളിപ്പോ ഒരു ജസ്റ്റ് ഒരു വുഡ് എടുക്കുക, ഒരു കമ്പ് വുഡ് എടുത്തിട്ട് നമ്മൾ ബേൺ ചെയ്യുമ്പോൾ ഓക്സിജൻ അത് യൂസ് ചെയ്യും, ബേൺഡ് ആയിട്ട് അത് എന്തൊക്കെ ഉണ്ടാക്കുക, നമുക്ക് ലൈറ്റ് എനർജി തരും, ഹീറ്റ് തരും, അതോടൊപ്പം തന്നെ നമുക്ക് അവിടെ ആഷസ് ഉണ്ടാവും, ചാരുണ്ടാവും ഇല്ലേ. ഇതുപോലെ തന്നെ ഇതേപോലെ ഒരു ബേണിംഗ് ആക്ഷൻ സെൽസിൽ നടക്കും. അപ്പൊ സെൽസ് അതെന്ത് ചെയ്യും, ഈ ഓക്സിജൻ എടുത്തിട്ട് ന്യൂട്രിയൻസിനെ ബേൺ ചെയ്തിട്ട് അവിടെ എന്തുണ്ടാവണേ, എനർജി ഉണ്ടാവും, വേസ്റ്റ് പ്രോഡക്ട്സ് ഉണ്ടാവും, എനർജി, വാട്ടർ, വേസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാവും. ഈ വേസ്റ്റ് പ്രോഡക്ട്സ് ഇതുപോലെ തന്നെ സെൽസ് പുറത്തോട്ട് ഈ ഇന്റർ സെല്ലുലാർ സ്പേസിലോട്ട് പുഷ് ചെയ്യും, ഓക്കെ, അല്ലെങ്കിൽ അത് വിടും. എന്നിട്ട് അതിനെ എന്ത് ചെയ്യും, തിരിച്ച് നമ്മുടെ ഓസ്മോട്ടിക് പ്രഷർ വഴി അബ്സോർബ് ചെയ്യപ്പെട്ടിട്ട് എന്ത് ചെയ്യും, അത് ബ്ലഡിലോട്ട് വീണ്ടും എത്തും. ഏതാ, യൂറിയ, മെറ്റബോളിക് വേസ്റ്റ് പ്രോഡക്ട്സ്, കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഞാൻ ഗ്രീൻ കൊണ്ട് അറിയാണ്ട് എഴുതുന്നതാണ്. കാർബൺ ഡൈ ഓക്സൈഡും യൂറിയ അങ്ങനത്തെ ഉള്ള മെറ്റബോളിക് വേസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ അകത്തോട്ട് കയറും. ഇപ്പൊ നമുക്ക് വീണ്ടും നമ്മുടെ വെയിൻ എൻഡില് ഈ ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് അങ്ങനത്തെ എല്ലാം കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യും, അത് വീണ്ടും ഹാർട്ടിലോട്ട് ചെല്ലും, റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട്, ലങ്സിലോട്ട് വിടും ഓക്സിജനേഷന്. പക്ഷേ മറ്റേ മെറ്റബോളിക് വേസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ ഒന്നല്ലെങ്കിൽ കിഡ്നിയിലൊക്കെ ചെന്ന് അവിടെ നിന്ന് എക്സ്ക്രീറ്റ് ആയി പോകും. പക്ഷേ ഫുൾ സർക്കുലേഷൻ. ഇവിടെ മെയിനായിട്ട് ഓർക്കാനുള്ളത്, നമ്മൾക്ക് ഹാർട്ട് പമ്പ് ചെയ്ത് കഴിഞ്ഞ് ക്യാപ്പിലറിയിലാണ് ഓൺലി എക്സ്ചേഞ്ച് ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് വേസ്റ്റ് പ്രോഡക്ട്സ് നടക്കുന്നത്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഇത് കഴിഞ്ഞിട്ട് തിരിച്ചത് വെയിനായി, വെന്യൂളായി, വെയിൻസായി, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീന കാവയായി തിരിച്ച് ഹാർട്ടിലോട്ട് വരും. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മൾ കണ്ടത് ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്. ഓക്കെ, ക്യാപ്പിലറി സ്പേസിലുള്ള ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്യണത്, ഓക്കെ, ലിംഫ് എന്ന് വിളിക്കണത്, അത് ലിംഫാറ്റിക് വെസൽസ്, ഇങ്ങനെ ഒരു ബ്ലണ്ട് എൻഡ് ആയിട്ടുള്ള ലിംഫാറ്റിക് വെസൽസ് ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണത്. ഓക്കെ, അത് അതിനകത്തോട്ട് ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് കയറി കഴിയുമ്പോൾ നമ്മൾ അതിനെ ലിംഫ് എന്ന് വിളിക്കും. ഈ ലിംഫ് തിരിച്ച് വൺ ഡയറക്ഷണൽ ഫ്ലോ, വീണ്ടും അത് ഹാർട്ടിലെത്തും. ഇപ്പൊ നമുക്ക് ഹാർട്ടിൽ നിന്ന് പോയ എല്ലാ ഫ്ലൂയിഡും നമുക്ക് തിരിച്ച് ഹാർട്ടിലോട്ട് എത്തി. പക്ഷെ അവിടെ ലിംഫ് നോഡ്സ് വേണം. അതെന്തിനു വേണ്ടിയിട്ടാണ്, കറക്റ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസ് ഉണ്ടോ എന്ന് അറിയാനായിട്ട്. ഒരു കാര്യം കൂടി പറയാൻ മറന്നു, ഡയാപെഡിസസ്. ഓക്കെ, ഇപ്പൊ ഇമാജിൻ ചെയ്ത് നമ്മുടെ കാലുമേ ഉള്ള ഒരു കാപ്പിലറിയാന്ന് വിചാരിക്കാം. ഇപ്പൊ ഇവിടെ നമ്മളൊരു ആണി, ഒരു നെയില് നമ്മൾ നടക്കുമ്പോൾ കാലുമ കൊണ്ടു ഒരു നെയില് ഇവിടെ കൊണ്ടു. ഓക്കെ, ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഇഞ്ചുറി പറ്റുമ്പോൾ, ഓക്കെ, എന്താ സംഭവിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഞ്ചുറി ഉണ്ടാക്കണത് പലതരം കെമിക്കൽ സബ്സ്റ്റൻസസ് ഉണ്ടാക്കും. പ്രോസ്റ്റാഗ്ലാൻഡിൻസ്, ഹിസ്റ്റമിൻ എന്നൊക്കെ പറയണ പോലെ. ഓക്കെ, വേഗം പറഞ്ഞു നിർത്താം. സോ ഹിസ്റ്റമിൻ എന്ന് പറയണ പോലെ ഇവരുടെ ഈ കെമിക്കൽ സബ്സ്റ്റൻസസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വാസോ ഡയലേഷൻ നടക്കും. ഡയലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ആക്കുക, ല്യൂമൻ ബിഗ് ആക്കുക, അതിന്റെ ഉള്ളിലെ ഡയമീറ്റർ കൂട്ടുക. ഇത് കൂട്ടിക്കഴിയുമ്പോൾ എന്താ ചെയ്യുക, ഇവര് പെർമിയബിൾ ആവും, സ്പേസ് കൂടും ഇവിടെ. ഓക്കെ, അപ്പൊ ഇവിടത്തെ നമ്മുടെ ഒരു വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്, ഇവരാണ് നമ്മളെ ഡിസീസ് ഫൈറ്റിങ്ങിന് സഹായിക്കണേ. ഈ വൈറ്റ് ബ്ലഡ് സെൽസ് ഇതിലിങ്ങനെ തിങ്ങി ഞെരുങ്ങി ഇതിലെ പുറത്തു വന്നിട്ട് ഇന്റർ സെല്ലുലാർ സ്പേസിലോട്ട് വരും. ഓക്കെ, അപ്പൊ നമ്മുടെ ആണി ഇവിടെ ഓർക്കുക, ഒരു ആണി ഇവിടെ ഉണ്ട്. ഓക്കെ, ആണി കയറി, അപ്പൊ അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക, കെമിക്കൽസ് ഒക്കെ വന്നു
അപ്പൊ എന്താ ചെയ്യുക, ഇവിടുത്തെ പെർമിയബിലിറ്റി കൂടും, അതായത് ഇത് ഡയലേറ്റഡ് ആയി വൈറ്റ് ബ്ലഡ് സെൽസ് ഈ ടിഷ്യൂ സ്പേസസിലോട്ട് വരും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഫാഗോസൈറ്റോസിസ്. അതായത് ഇത് വരും, ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ത് ചെയ്യും, ആ ഒരു ഇവിടെ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായെന്ന് വിചാരിക്കുക, ഒരു ബാക്ടീരിയ ഉണ്ടായെന്ന് വിചാരിക്കുക. അപ്പൊ ഈ വൈറ്റ് ബ്ലഡ് സെൽസ് വന്നിട്ട് അതിനെ തിന്നും എന്ന് വെച്ചാൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യും, ഡൈജസ്റ്റ് ചെയ്യും, അതിനെ എൻഗൾഫ് ചെയ്ത് അതിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയും. അപ്പോൾ ഈ മൈഗ്രേഷൻ ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസിനെ നമ്മൾ വേറൊരു പേരും കൂടി പറയും, ഡയാപെഡിസിസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു വൈറ്റ് ബ്ലഡ് സെൽസ് മൂവ് ചെയ്യും. അപ്പോൾ വൈറ്റ് ബ്ലഡ് സെൽസ് മൂവ് ചെയ്ത് കഴിയുമ്പോൾ അവിടേക്ക് ഡയലേഷൻ ഉണ്ടാവും, ബ്ലഡ് വെസൽസിന്റെ ബ്ലഡ് കൂടും, വൈറ്റ് ബ്ലഡ് സെൽസ് കൂടും, അവിടെ ഒരു ഫാഗോസൈറ്റോസിസ് നടന്ന് പസ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് അവിടെ ഒരു നീര് പോലെയൊക്കെ വരും. ഓക്കെ, അപ്പൊ അതുമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാപ്പിലറി എക്സ്ചേഞ്ച് പൂർത്തിയാവുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്